നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും മാന്യരായ ക്രിക്കറ്റർമാരിൽ ഒരാളായ കെയ്ൻ വില്യംസൺ വിരമിച്ചിരിക്കുന്നു. ന്യൂസിലാൻഡിൻ്റെ മുൻ ക്യാപ്റ്റനായിരുന്നു. ന്യൂസിലാൻഡ് എക്കാലത്തെയും മികച്ച ബാറ്ററാണ്. ലോക ക്രിക്കറ്റിലെ തന്നെ എക്കാലത്തെയും ഇതിഹാസ ക്രിക്കറ്റർമാരിൽ ഒരാളാണ് കെയ്ൻ വില്യംസൺ. യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ. ആ വില്യംസൺ ഇന്ന് വിരമിക്കൽ പ്രഖ്യാപനം നടത്തി. 35 വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായം. ഇതാണ് ശരിയായ സമയം എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് റിട്ടയർ ചെയ്യുന്നത്, വിരമിക്കുന്നത് എന്ന് വില്യംസൺ പറയുന്നു. കുറച്ച് ദിവസങ്ങളായി എൻ്റെ ഉള്ളിൽ ഇതുണ്ട്. പക്ഷേ ഇപ്പോൾ വളരെ ക്ലിയറാണ്, വളരെ ക്ലാരിറ്റി ഉണ്ട്, കൃത്യതയുണ്ട്. ഇത് തന്നെയാണ് ശരിയായ സമയം എന്നുള്ളത് കൊണ്ടാണ് താൻ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. ന്യൂസിലാൻഡിന് വേണ്ടി കളിക്കുന്നത് എല്ലാ കാലത്തും സ്വപ്നമായിരുന്നു. ആ ന്യൂസിലാൻഡിന് വേണ്ടി ഏതൊക്കെ മത്സരങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ടോ അന്നൊക്കെ താനത് പൂർണ്ണമായും അതിനോട് ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് കളിച്ചിട്ടുള്ളത്. അതിൽ താൻ പൂർണ്ണ തൃപ്തനാണ് എന്നും വില്യംസൺ പറയുന്നുണ്ട്. വില്യംസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 110 മത്സരങ്ങളിൽ 195 ഇന്നിങ്സുകളിൽ നിന്നായി 9515 റണ്ണാണ് അടിച്ചു കൂട്ടിയത്. 54.06 അദ്ദേഹത്തിൻ്റെ ശരാശരി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ രീതിയിൽ 33 സെഞ്ചുറികൾ അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ നേടിയിട്ടുണ്ട്. 38 അർദ്ധ സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്. അത്യുജ്വലമായ കളിക്കാരനായിരുന്നു അദ്ദേഹം എന്നതിൽ തർക്കമേയില്ല. അഹമ്മദാബാദിൽ ഇന്ത്യക്കെതിരെയാണ് അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറിയത്. അന്ന് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ സെഞ്ചുറി നേടിയിരുന്നു വില്യംസൺ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇതിഹാസതുല്യനായ ഒരു കളിക്കാരനാണ് അദ്ദേഹം. എല്ലാ ഫോർമാറ്റിലും കളിച്ചിരുന്നു. 175 ഏകദിന മത്സരങ്ങളിൽ നിന്ന് 7256 റണ്ണാണ് വില്യംസൺ അടിച്ചു കൂട്ടിയത്. അതും വലിയൊരു നമ്പറാണ്. ഒപ്പം തന്നെ 93 T20 മത്സരങ്ങൾ 2020 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു. അതിൽ 2575 റൺ അടിച്ചു. ഏകദിനങ്ങളിൽ 15 സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തം ടെസ്റ്റിലും ഏകദിനങ്ങളുമായി 48 സെഞ്ചുറികൾ അദ്ദേഹം അടിച്ചിട്ടുണ്ട്. അദ്ദേഹം ന്യൂസിലാൻഡിൻ്റെ എക്കാലത്തെയും മികച്ച ബാറ്ററാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അദ്ദേഹം 2021 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിക്കൊടുത്തു ന്യൂസിലാൻഡിന്. അന്ന് ന്യൂസിലാൻഡിൻ്റെ ക്യാപ്റ്റനായിരുന്നു കെയ്ൻ വില്യംസൺ. അതുപോലെ തന്നെ 2019 ഏകദിന ലോകകപ്പിൻ്റെ ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് വളരെ നേരിയ നിലയിൽ ബൗണ്ടറികളുടെ അടിസ്ഥാനത്തിൽ മത്സരം ടൈ ആയതിനു ശേഷം ബൗണ്ടറികളുടെ അടിസ്ഥാനത്തിൽ തോൽക്കേണ്ടി വന്ന അപ്പോഴും അന്നും നിർഭാഗ്യവാനായ ക്യാപ്റ്റനായി അദ്ദേഹം ന്യൂസിലാൻഡിൻ്റെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം 2021 ആ ഒരു വിഷമം മാച്ചു കളഞ്ഞു. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ജയിച്ചുകൊണ്ട് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ ഫൈനലിൽ തോൽപ്പിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം അത് നേടി. അദ്ദേഹം മൊത്തം 40 ടെസ്റ്റുകളിലാണ് ന്യൂസിലാൻഡിനെ നയിച്ചത്. അതിൽ 22 വിജയങ്ങളുണ്ട്, 10 തോൽവികളുണ്ട്, 8 സമനിലകളുണ്ട്. അതുപോലെ 91 ഏകദിനങ്ങളിൽ അദ്ദേഹം നയിച്ചു. അതിൽ 46 വിജയങ്ങൾ, 40 തോൽവികൾ, 1 ടൈ. അതാണ് അതിൻ്റെ ഒരു കണക്ക്. 75 2020 മത്സരങ്ങളിലും കെയ്ൻ വില്യംസൺ ന്യൂസിലാൻഡിനെ നയിച്ചു. അതിൽ 39 ജയം, 34 തോൽവികൾ, 1 ടൈ. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ ക്യാപ്റ്റൻസി കരിയർ കിടക്കുന്നത്. അദ്ദേഹം 2016 2020 വേൾഡ് കപ്പിൽ ന്യൂസിലാൻഡിനെ സെമി ഫൈനലിലേക്ക് നയിച്ചു. 2019 ഏകദിന ലോകകപ്പിൻ്റെ ഫൈനലിലേക്ക് നയിച്ചു. പിന്നീട് 2021 2020 ലോകകപ്പിൻ്റെ ഫൈനലിലേക്കും അദ്ദേഹം നയിച്ചിരുന്നു. പക്ഷെ അവിടെയും തോൽവിയായിരുന്നു. 2021 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ജയിച്ചു. പിന്നീട് 2022 2020 വേൾഡ് കപ്പിലും 2023 ഏകദിന ലോകകപ്പിലും സെമി ഫൈനലുകളിലേക്കും ന്യൂസിലാൻഡിനെ നയിച്ച കളിക്കാരനാണ്. ന്യൂസിലാൻഡിൻ്റെ എക്കാലത്തെയും വലിയ കളിക്കാരനാണ്. ഗ്രേറ്റസ്റ്റ് പ്ലെയർ എന്ന് തന്നെ പറയണം ന്യൂസിലാൻഡിൻ്റെ. മാർട്ടിൻ ക്രോ ആയിരുന്നു അതുവരെ, വില്യംസൺ വരുന്നത് വരെ. പക്ഷെ മാർട്ടിൻ ക്രോയെ മറികടന്നുകൊണ്ട് വില്യംസൺ ആ പദവിയിലേക്ക് വരുന്നത് നമ്മൾ കണ്ണിറയെ കണ്ടതാണ്. എക്കാലത്തും മാന്യനായ കളിക്കാരനായിരുന്നു. പിന്നെ മൈതാനത്ത് ഇത്രമാത്രം മാന്യനായ ഒരു കളിക്കാരനെ ഒരുപക്ഷെ ലോക ക്രിക്കറ്റിൽ തന്നെ കണ്ടിട്ടുണ്ടാവില്ല. അത്രമാത്രം മാന്യനായ ഒരു കളിക്കാരനായിരുന്നു കെയ്ൻ വില്യംസൺ. അദ്ദേഹം തീർച്ചയായിട്ടും
ഗംഭീരമായിട്ട് കളിച്ചു. വിരമിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നിയ സമയത്ത് 35-ാമത്തെ വയസ്സിൽ, അത്ര വലിയ പ്രായമൊന്നും ആയില്ല, പക്ഷേ 35-ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം വിരമിച്ചിരിക്കുന്നു. എന്തായാലും വില്യംസണ് എല്ലാ ഭാവുകങ്ങളും, ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ ഭാവുകങ്ങളും നമുക്ക് നേരാം.